നമുക്കിന്ന് പടവലവും തക്കാളിയും പരിപ്പും ചേർത്ത് ഒരു കറി ഉണ്ടാക്കാം. ഇതിന് ഞാൻ കുറച്ച് പടവലവും തക്കാളിയും കൂടാതെ കുറച്ച് പച്ചമുളക്, ചെറുള്ളി രണ്ടായിട്ട് അരിഞ്ഞത്, കുറച്ചധികം വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പില, തേങ്ങ മാത്രമേ ഉള്ളൂ, തേങ്ങ മാത്രം അരച്ചത്. ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇടാം. അതിന് ശേഷം കുറച്ച് ചെറുള്ളി ഇടാം. ചെറുള്ളിക്ക് ശേഷം നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. അതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഒന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ചൊന്ന് ചൂടായ ശേഷം കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ഞാൻ അതിലോട്ട് ഇടുവാണ്. ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്കതിനകത്തോട്ട് തക്കാളി ഇടാം. തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. കുറച്ചൊന്ന് വഴണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ശകലം മാത്രം മഞ്ഞൾപ്പൊടി ഇടുന്നു, ശകലം മുളക് പൊടി ഇടുന്നു. ഇനി ഇതിനകത്തോട്ട് ഞാൻ പടവലം ചേർക്കാൻ പോവുകയാണേ. പടവലവും ചേർത്ത് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ശകലം ഉപ്പും കൂടി ഇടാം. ശകലം ഉപ്പ്. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ. നമുക്ക് ഒന്നുകൂടെ ഞാനൊന്ന് ഉപ്പ് നോക്കാൻ തുറക്കുന്നുണ്ട്. ഉപ്പ് താഴെ വീണു. ഞാൻ ഈ സ്റ്റാൻഡില്ലാതെ പിടിക്കുന്ന കാരണം കൊണ്ട് നിഴൽ കാണുന്നുണ്ടല്ലേ, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ഇളക്കട്ടെ കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണേ. ഇളക്കി നോക്കിയിട്ട് ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് തീരെ കുറഞ്ഞു പോയി. ഇനി ഒന്നും കൂടി അത് വേവിക്കാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടി അടച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ തുറന്ന് നോക്കാം നമുക്ക് വെന്തോന്ന്. ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ സൂത്രം ചേർക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ സ്വന്തം കായപ്പൊടി. ചൂടാവട്ടെ കേട്ടോ. കായപ്പൊടി ഒന്ന്
വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാൻ പോവാണേ. ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് ഇടാൻ പാടാം. തേങ്ങ അരച്ചത് ഇട്ടു. കുറച്ച് വെള്ളവും ചേർത്ത് അരപ്പ് നമുക്ക് അതിനകത്തോട്ട് തന്നെ ഒഴിക്കാം. അരപ്പ് അത് കഴുകി അങ്ങോട്ട് ഒഴിച്ചു. അത് കളയാൻ അതുകൂടെ ചേർത്താൽ കുറച്ച് ടേസ്റ്റ് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു തരുന്നത് എപ്പോഴും. അപ്പോൾ ഇനി നമ്മുടെ പരിപ്പ് നമുക്ക് ചേർക്കാം. ഇത് ഞാൻ പരിപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചിട്ട് ശകലം ഉള്ളിയൂടെ ചേർത്തിട്ടുണ്ട്. 2ആയിട്ട് അരിഞ്ഞിട്ടൊരു 3 ഉള്ളി, വലിയ ഉള്ളിയായിരുന്നു, 3 ഉള്ളിയും കൂടി ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഞാനത് ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാം. ഒത്തിരി കുറുകിപ്പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ശകലം വെള്ളം ചൂടാക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ വെള്ളം ഒഴിക്കണം ആവശ്യമുണ്ടോ എന്ന്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് തുള്ളി വെള്ളം വേണ്ടി വരുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പൊക്കെ നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ചൂടാക്കി ഒഴിക്കാൻ പോവാം. 1/4 ഗ്ലാസ്സേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ഇളക്കി ചേർക്കാം. ഇതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ, ഒന്നുകൂടി ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. കറി റെഡി. കറി സൂപ്പറാട്ടോ, ഉപ്പൊക്കെ ഉണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. ഒന്ന് കളറായിട്ട് കാണിക്കാൻ ഞാൻ ഈ സെർവിങ് ബൗളിലോട്ട് മാറ്റിയത്. പിന്നെ നല്ല ഒരു കറി ലീഫ് എടുത്തെന്ന് വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ വീട്ടിൽ കൊടുക്കാറ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ മുഖത്ത് ഒരു സന്തോഷമൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും നമ്മുടെ അടിപൊളി ദാൽ കറി റെഡി. പടവലങ്ങയും തക്കാളിയും ചേർത്ത കറി. എന്തായാലും നിങ്ങൾക്ക് കറി വെച്ച് ഇഷ്ടമായതിന് ശേഷം കമൻറ്റ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. താങ്ക് യു.